നിങ്ങളുടെ ഒരു ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോയി പഠിച്ചിട്ട് വരുന്നു. അപ്പോൾ അത് റഷ്യ ആവാം, ചൈന ആവാം, ജോർജിയ ആവാം. എനിക്കൊന്ന് MBA ആണെങ്കിൽ നിങ്ങൾ യൂറോപ്പിലും ഉണ്ട്. അത് യൂറോപ്പിലുണ്ട്. അതെ. അപ്പോൾ അവിടുന്ന് പഠിച്ചിട്ട് വരുമ്പോൾ എത്ര ശതമാനത്തിന് വ്യത്യാസം ഉണ്ടാവും എന്ത് നമ്മുടെ ഈ ഫീസിന്റെ കാര്യത്തിൽ? ഫീസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോസ്കോയിലുള്ള ഇവാനോവോ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 20 ലക്ഷം രൂപയാണ് 6 വർഷത്തേക്ക് ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും കൂടെ വരും. രണ്ടും കൂടി? അതെ, അത്രേ ഉള്ളൂ. എല്ലാ 6 വർഷത്തേക്ക് വരുന്ന ഫീസ്. കേരളത്തിലാണെങ്കിൽ 50 ലക്ഷം കൊടുക്കണം. കേരളത്തിലാണെങ്കിൽ ഈ പറയുന്ന ഹോസ്റ്റലും ട്യൂഷനും മാത്രമായിട്ട് 50 lakhsന്റെ മുകളിൽ വരും. 50 lakhsന് നീറ്റ് സ്കോർ ഒരു 500ന്റെ മേലെങ്കിലും മിനിമം സ്കോർ ചെയ്യണം. നീറ്റ് സ്കോർ വേണം. ഇതാവുമ്പോൾ നീറ്റിൽ ആ സ്കോർ വേണ്ട, ക്വാളിഫൈ ചെയ്ത ക്വാളിഫൈ ചെയ്താൽ മതി. നീറ്റ് പരീക്ഷ എഴുതിയാൽ മതി. അപ്പോൾ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ ക്വാളിറ്റിയുള്ള കേന്ദ്രങ്ങളിൽ പഠിക്കാം എന്നുള്ളതാണ്. ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. ഈ മെഡിസിൻ ഈ ഒരു വിങ് ഹെഡ് ചെയ്യുന്ന ടീമിൽ 8 ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ഷഫാഫ് പോലെ തന്നെ അവിടെ പോയി ആ ഒരു കൺട്രിയിൽ പോയി ആ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം കൺഫേം ആയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ മാർക്കറ്റിൽ. കടലാസ് സർവകലാശാല വിദ്യാർത്ഥി അല്ല.